ഭൂമിശാസ്ത്രപരമായി കൃഷിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുള്ള രാജ്യമാണ് സൗത്ത് കൊറിയ. കുന്നുകൾ, തരിശുഭൂമികൾ. പക്ഷെ ജനങ്ങളുടെ ആവേശം, താല്പര്യം, അതായിരുന്നു അവരുടെ വിജയം. മഞ്ജുവ എന്നൊരു ഗ്രാമമുണ്ട് ബ്രസീലിൽ. അവിടുത്തെ കൃഷിരീതി നമുക്കിവിടെ ഒന്ന് പരീക്ഷിക്കണം. എന്താണെന്നറിയാമോ? ഉദാഹരണം പറഞ്ഞാൽ, എന്റെ പറമ്പും പാടവും ജോണിന് 6 മാസത്തേക്ക് വിട്ടുതരും. പകരം ഞാൻ ജോണിന്റെ പറമ്പിൽ അധ്വാനിക്കും. എല്ലാവരും കൃഷിസ്ഥലങ്ങൾ പരസ്പരം വെച്ചു മാറും. അങ്ങനെ അവർക്ക് ഗ്രാമത്തിലെ എല്ലാ മണ്ണിനെയും ഇഷ്ടമാവും. സ്വാർത്ഥതയോ അസൂയയോ ഇല്ല. മണ്ണിനു വേണ്ടി വെട്ടും കുത്തുമില്ല. ഷൈൻ ചെയ്യാ. രാവിലെ ആ ട്രാക്ടറിൽ വന്നപ്പോഴേ ഒരു പൊങ്ങനാണെന്ന് പിടികിട്ടിയതാ. എന്താ ഒന്നും മിണ്ടാത്തെ? കേൾക്കുന്നുണ്ട്. കൃഷി സയന്റിഫിക്കായി പഠിച്ചവനേക്കാൾ അറിവുള്ളവനാണെന്ന് കാണിക്കണം. ചിലരങ്ങനെയാ. ഇപ്പൊ തന്നെ MA-ക്കാരെക്കാൾ വിവരമുള്ളവരാണ് പണ്ടത്തെ 7ാം ക്ലാസ്സുകാരെന്നൊക്കെ പറഞ്ഞെടുക്കുന്നവരുണ്ടല്ലോ. പേർപ്പസ് ആയിട്ട് ആൾ ഇതിവിടെ കൊണ്ടുവച്ചേ എന്നെ കാണിക്കാൻ. എന്റെ അനു, അയാൾ അവിടെ പാടത്തിനടുത്ത് സോളാർ പാനൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കർഷകർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് അവിടെ നടക്കുന്നേ. ജനറേറ്റർ ഉപയോഗിച്ച് പൊല്യൂട്ടഡ് ആക്കുന്നൊന്നുമില്ലല്ലോ. അല്ലാതെ നീ ഇവിടെ താമസിക്കുന്ന കാര്യേ അയാൾ ശ്രദ്ധിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. മേരി, ഫുഡ് എടുത്തു വെക്ക്. മുതലാളി, കാര്യങ്ങൾ ഏതാണ്ട് മുറുകെ തുടങ്ങി. ഇപ്പൊ രാഷ്ട്രീയം പഠിക്കാൻ വേണ്ടി അവിടെ എന്തുമാത്രം പയ്യന്മാരാ. അങ്ങനെ പുതിയ പുതിയ മാറ്റങ്ങൾ വരണം. പെരുമാളിന്റെ മാടമ്പി ഭരണം ഇവിടം കൊണ്ട് അവസാനിക്കണം. ഞാൻ ആ പിള്ളേരെ കണ്ട് പൈസ കൊടുത്തിട്ടുണ്ട്. അവരെ കൊണ്ട് ആവശ്യം വരും, ഉപകരിക്കും. ഭയങ്കരൻ ബുദ്ധി തന്നെ. ഇവനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? മുതലാളിയുടെ അച്ഛൻ തന്നെ. മോൻ ബാക്കിയുള്ളവനെ മോനല്ലേ? നമസ്കാരം. ഇന്നു മുതൽ പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങിയാണ്. അതുകൊണ്ടാണ് എല്ലാവരും രാഷ്ട്രീയ കുപ്പായം അണിഞ്ഞുകൊണ്ട് വരാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? പറയൂ. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യ പാഠങ്ങൾ. കറക്റ്റ്. അതിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഏതാണെന്നറിയാമോ? നന്നായി കള്ളം പറയാൻ പഠിക്കണം. കൊള്ളാം. എന്നാൽ മറ്റുള്ളവർ കേട്ടാൽ അത് പരമസത്യമാണെന്നേ തോന്നാവൂ. നെക്സ്റ്റ്, വാഗ്ദാനങ്ങൾ കൊടുക്കണം. ശരിയാണ്. ചെറിയൊരു തിരുത്ത്. ഉളുപ്പില്ലാതെ വാഗ്ദാനങ്ങൾ കൊടുക്കണം. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. ഞങ്ങളുടെ ഈ രാഷ്ട്രീയ പഠന ക്ലാസ് കഴിഞ്ഞാൽ എന്റെ നേതൃത്വത്തിൽ സാറിന് വലിയൊരു ക്യാഷ് പ്രൈസ് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നല്ല കാര്യം. ഈ ക്യാഷ് നിങ്ങൾ എവിടുന്ന് സമാഹരിക്കും? അത് പിരിച്ചെടുക്കും. എവിടുന്ന് പിരിച്ചെടുക്കും? താൻ കൊടുക്കൂ. അതില്ല. താൻ കൊടുക്കൂ. വെരി ഗുഡ്. ഖജനാവ് കാലിയായിരിക്കുമ്പോൾ നിർലോഭമായി വാഗ്ദാനങ്ങൾ കൊടുക്കാനുള്ള ചങ്കൂറ്റമുണ്ടാവും. അതും ഗുരുവിന്. നീ രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞു, ഇനി അങ്ങോട്ട് കേറ്റാം. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഷ്ട്രീയവും അഭിനയവുമായി നല്ല ബന്ധമുണ്ട്. നവരസങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. തുടക്കത്തിൽ 3 രസം പഠിച്ചാൽ മതി. കരുണം, ഭീവത്സം, ശാന്തം. കരുണം വോട്ട് ചോദിക്കുമ്പോൾ, ഭീവത്സം വോട്ട് നേടി ജയിച്ചാൽ ഉടനെ, ശാന്തം ആരോപണങ്ങൾ നമുക്ക് നേരെ വരുമ്പോഴത്തേക്കും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ ശാന്തമായിരിക്കണം. അപ്പോ ശൃംഗാരോ? സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായി കയറിയാൽ ഉടനെ നമ്മൾ അത് നമ്മുടെ ഈ രാഷ്ട്രീയ ക്ലാസ് സജീവമാക്കാൻ എന്റെ അസിസ്റ്റന്റ് തമ്പിക്കുട്ടൻ ഭാഗവതർ ഉടനെ ഇങ്ങെത്തും. സഹോദര, ഇരുന്നും കിടന്നും കമിഴ്ന്നും മലർന്നും എല്ലാം നോക്കുന്നല്ലോ. എന്താ വണ്ടിയുടെ ലിംഗനിർണയം നടത്തുകയാണ്? എന്താണെന്ന്? അല്ല, ഈ പുതുവൽ തറവാടിലേക്ക് പോകുന്ന വഴിയൊന്ന് പറഞ്ഞുതരാമോ? ആരാ? മനസ്സിലായില്ല. ഞാൻ ഭാഗവതർ തമ്പിക്കുട്ടൻ. കുട്ടികളെ സംഗീതം പഠിപ്പിക്കാനായിട്ട് വന്നതാ. അതിനേക്കാണ് അവധികളിലൊക്കെ കുട്ടികളിലല്ലോ. മാത്രമല്ല, പുതുവൽ തറവാട് പിള്ളേരാണ്. അവിടേക്കാണ് എനിക്ക് പോകേണ്ടത്. എന്നെ അവിടേക്ക് കൊണ്ടുപോകൂ കൂട്ടുകാരാ. അതെ, എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം. ദയവേത് പാട്ട് പാടരുത്. ഇതിനു മുമ്പ് താൻ എന്റെ പാട്ട് കേട്ടിട്ടില്ലല്ലോ. അറ്റം മുതൽ കേട്ടോണ്ടിരിക്കുകയല്ലേ. ചെവിക്ക് എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് പരിശോധിപ്പിക്കണം. എന്തിന്? അല്ല, ഇച്ചിരി കേൾവി കൂടുതലാ. അല്ലെങ്കിൽ അവിടെ മുതൽ പാടുന്ന കേൾക്കില്ലല്ലോ. കേറിക്കോ. ആ, കേറാം. പാട്ടരുത്. ഇല്ല, പാടില്ല. ഈ വണ്ടിയുടെ പുറത്ത് ചാടി കയറുന്ന പോലെ എന്റെ പുറത്തും ചാടി കയറണം. എന്തിനാ ഏട്ടാ? അല്ല, ഈ പച്ചക്കുതിര ചാടി കയറിയ ഭാഗ്യമെന്ന് പറയുന്നത് അതുകൊണ്ടാ. നമ്മുടെ പെരുമാൾ ദേശത്ത് ഇന്നേ വരെ നടക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. രാഷ്ട്രീയം, രാഷ്ട്രീയ ക്ലാസ്, അതും ഒരു കോമാളി സെറ്റപ്പിൽ. വരുത്തന്മാരായിരുന്നു കൂടുതൽ, കാശ് ഇഷ്ടം പോലെ ബാക്കി. നമ്മുടെ ഇടയിൽ നിന്ന് ഷിബുവിനെ ഹുസൈന അവര് പിടിച്ചുകൊണ്ട് പോയി. നമുക്കുണ്ട് രാഷ്ട്രീയം, മണ്ണിനോടുള്ള സ്നേഹം. ഈ കൊടുങ്കാറ്റും ദുരന്തം എല്ലാം ഉണ്ടാവുമ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും.
ഇതും അതുപോലൊരു ദുരന്തമായി കരുതിയേ മതി, നമ്മളെയെല്ലാം കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി. പിന്നെ ശേഖരേട്ടാ, ഈ മാവേൽ പൂക്കുന്ന പൂവെല്ലാം മാങ്ങയാവില്ല ആണേ. അതുപോലെ നമ്മളിൽ നിന്നും മാറിപ്പോയവരെല്ലാം പൊഴിഞ്ഞു പോയവരാണെന്ന് കരുതിയാൽ മതി. നമ്മളാണ് ശരിയെന്നുള്ളത് അവര് തിരിച്ചറിയും. ഇന്നലത്തെ പ്രശ്നങ്ങളെല്ലാം ഒരുമാതിരി വല്ലാതായി, നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് അതുപോലെ ആയിരിക്കും. നിക്ക് ഇതാ കണ്ട ഒരാൾക്കൂട്ടം കണ്ട, ആൾക്കൂട്ടം കണ്ടാൽ നമ്മൾ ഇടപെടണം. തങ്കച്ച സാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്, ആൾക്കൂട്ടം കണ്ടാൽ നമ്മൾ ഇടപെടണം. മനസ്സിലായോ? അതുകൊണ്ട് ഇടപെടാം. വാ, സമയം. അതെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇടപെട്ടാ പോരെ. ഒറ്റ എണ്ണം തരും. പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കണോടാ, ഉണ്ടാക്കി ഇടപെടണം. അതാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ. ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പൊട്ടിമുളച്ചാന്ന് എന്റെ വിചാരം. അതൊക്കെ നമ്മുടെ തലപ്പത്തിരിക്കുന്നവർ ഉണ്ടാക്കുന്നതാണ്. അതാണ് പരിഹരിക്കാൻ എളുപ്പമാകുന്നവർക്ക്. മനസ്സിലായി? അസാധ്യം, അസാധ്യം. ആ, നിനക്ക് മനസ്സിലായി. നീ മിടുക്കനാ. നീ ഒരുപാട് മേളിക്കയറും. പക്ഷെ ഇതിന് മേളിൽ കയറരുത്. ഒരച്ചാ താഴെ. ഇനി എന്നെ നോക്കിക്കൊണ്ടിരുന്നോ? വായും കൊണ്ട്. ഇത്രയും ബുദ്ധിയൊക്കെ സാറിന് ഇത് കൊടുത്തായിട്ട്. അതൊക്കെ ഉണ്ട്. ആദ്യം ഭക്ഷണം. ഇവന്റെ മുഖം കണ്ടോ? വിശന്ന് നിൽക്കുക. കഴിക്കണം. വാ, വേഗം നിക്ക്. അമ്മച്ചി, ഇമാര് വിശന്ന് വരുവാ. പ്രായവും നോക്കത്തില്ല, വരച്ചു കയറി തിന്നും. നമസ്കാരം. നമസ്കാരം. പയ്യന്മാര് കഴിക്കാൻ വന്ന്. എല്ലാം ഉണ്ടല്ലോ. കഴിച്ചാട്ട്. ഈ പഴം ഇപ്പോഴേ തൂക്കണ്ടായിരുന്നു. പിന്നെ പഴത്തിന് തൂക്കിയാൽ മതിയായിരുന്നു. ആണോ? ഇനിയിപ്പം വിറകാട്ട് ഉപയോഗിക്കാം. എല്ലാവരും തൃപ്തിയായിട്ട് കഴിച്ചല്ലോ. പിന്നെ മനോഹരമായിട്ട് കഴിച്ചു. വല്ലപ്പോഴുമേ ഇതുപോലത്തെ കച്ചവടം കിട്ടാറുള്ളൂ. ബില്ല് വേണോ മാഷേ? ബില്ലോ? എനിക്കോ? എനിക്കെന്തിനാ ബില്ല്? അല്ല, പൈസ തരുമ്പോ വലിയ എമൗണ്ടിന് ആൾക്കാർ ബില്ല് ചോദിക്കും. അയ്യോ, തങ്കച്ച സാർ പ്രത്യേകം പറഞ്ഞ ക്ലാസ് കഴിഞ്ഞ പയ്യന്മാർ ഇവിടുന്നേ കഴിക്കാവൂ. അപ്പൊ പൈസ? ഇത് പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. എങ്ങനെയാണ് ഒരു സമരം കഴിഞ്ഞ് ഓസിന് ഭക്ഷണം കഴിക്കുന്നതെന്ന് രാഷ്ട്രീയം പഠിക്കുന്ന പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തതാ. എന്റെ പൈസ താ. ഇവിടെ രാഷ്ട്രീയം വലിയ മണ്ണാങ്കട്ടയില്ല. അയ്യോ, അതൊക്കെ ഇവിടെ വരും. അതിനാണ് ഗണപതി പിള്ളയും തങ്കച്ച സാറും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അടുത്ത ക്ലാസ് ബസ്സിന് എങ്ങനെ കല്ലെറിയാം എന്നതിനെ കുറിച്ച്. അതിപ്പം ഇവിടുന്ന് തന്നെ തുടങ്ങണം. അയ്യോ വേണ്ട, ഒന്ന് പോയി തന്നാ മതി. അത് ബുദ്ധി, അങ്ങനെ വേണം. ഓ എടാ ബ്രട്ടാസേ, എന്റെ കാശ് പോയല്ലോടാ. അർജുൻ, നീ ഇവിടെ? ഞാൻ ഇവിടെയാ. 3 ആഴ്ചയായി. നീ? ഇതെന്നെ നാടാ. ഇവിടെയാണോ ജീവിക്കണേ? സമ്മതിക്കണം. എന്താ ഇപ്പൊ ഇവിടെ കൃഷി? ഏയ്, വീഡിയോ ഒന്ന് കാണണം. കുറച്ച് കാര്യങ്ങളുണ്ട്. അവരാണെങ്കിൽ വല്ലാത്തൊരു ടൈപ്പാ. എന്റെ ഫ്രണ്ടാ വീഡിയോ. വാ, ഞങ്ങൾ ഒരേ വീട്ടിലാ താമസിക്കുന്നേ. നീ കാര്യം പറ, എന്താ ഇഷ്യൂ? ഞാൻ ഏറ്റു. അതല്പം കോംപ്ലിക്കേറ്റഡാ. ഒരു കാർത്തി, അവനാ ഉടക്കം വയ്ക്കുന്നേ. ആ കാർത്തി, ആ കൃഷി എന്നൊക്കെ പറഞ്ഞു നടക്കണേ. അതെ, നിനക്കറിയോ അവനെ? അറിയോന്നോ? ബെസ്റ്റ്. ഹലോ വീഡിയോ ജി. അനു, ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്, അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അറിയാലോ, എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഡിഗ്രിക്ക് ഞങ്ങൾ ഒന്നിച്ചാ പഠിച്ചേ. ഞാൻ പറഞ്ഞു വീഡിയോ എന്റെ സ്വന്തം ആളാന്ന്. പറഞ്ഞോടാ, തെക്കേപ്പാടോ വടക്കേപ്പാടോ? അല്ല, പ്ലീസ് അർജുൻ, നടക്കില്ല. ഏയ്, ഇതെന്റെ ഫ്രണ്ട്ഷിപ്പ് വേറെ, ഡ്യൂട്ടി വേറെ. അലാൻ പൊല്യൂട്ടഡ് ആണെന്ന് ഞാൻ റിപ്പോർട്ട് കൊടുക്കില്ല. ഐ എം സോ സോറി. അതാണല്ലോ പ്രൊസീജിയർ എന്ന് വെച്ചിട്ടാ ഒരു റിക്വസ്റ്റ് പോലെ വന്നേ. ഇനി എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. വടക്കേപ്പാട് ഒഴിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഓഫീസ് ആദ്യം ഒഴിപ്പിക്കാൻ പോന്നേ. JCB കൊണ്ടൊന്ന് കേട്ട് ഞാൻ ഓഫീസറേക്ക് അങ്ങ്. ഒരു കാർത്തി, അവന്റെ കുറെ ആരാധകരും. നായകനെ വീഴ്ത്തി കാണിച്ചു തരാൻ ഞാൻ. ഇല്ല, എത്രയൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻസൾട്ട് തന്നെയായിരുന്നു. ഇൻസൾട്ടോ? നിന്നെ സേവ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. ഈ വടക്കേപ്പാടെന്ന് പറഞ്ഞാലേ, വടക്കേപ്പാടോ ആയാലും തെക്കേപ്പാടോ ആയാലും ശരി, ഈ അഗ്രികൾച്ചർ ഓഫീസർ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ റിപ്പോർട്ട് ചെയ്യും ഇവിടുത്തെ മണ്ണ് നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടെന്ന്. സത്യത്തിൽ നിന്നോട് എനിക്ക് സിമ്പതിയാ. ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ നിനക്ക്. ഈ കാർത്തി എന്ന് പറയുന്ന അയാളെ കുറിച്ച് എനിക്കൊന്നും കേൾക്കണ്ട. വേണ്ട, പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ നീ അത് കേൾക്കേണ്ടി വരും. കഥ പറച്ചിൽ നിർത്തല്ലേ, കേൾക്കാൻ നല്ല രസമുണ്ട്. വടക്കേപ്പാട തട്ടിയെടുക്കാനുള്ള ശ്രമം തുടങ്ങി. എന്നിട്ട് സംഭവങ്ങളുടെ മർമ്മപ്രധാനമായ ഈ ഭാഗത്താണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം വന്നു കയറുന്നത്. അതാര്? വിൽസൺ പുതുപ്പള്ളി. അതാരാ? നിനക്ക് വിൽസൺ പുതുപ്പള്ളിനെ അറിയത്തില്ലേ? ഇല്ല. ഈ മാധ്യമ പ്രവർത്തനവുമായി നടക്കുന്ന നിനക്ക് മഹാനായ വിൽസൺ പുതുപ്പള്ളിനെ അറിയില്ല? സത്യമായിട്ടും അറിയില്ല. മതി മതി മതി, കഥ പറച്ചിലൊക്കെ മതി. ഹലോ, അത് ആരെന്ന് പറഞ്ഞിട്ട് പോ. പ്രിയമുള്ള